നമ്മൾ സൈലൻറ്റ് വാലി തപ്പി ഇങ്ങനെ വരുന്ന വഴിക്ക് കണ്ട ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഇത് നോക്കി. എന്നാ അടിപൊളി സ്ഥലമാണെന്ന് നോക്കി. അപ്പോൾ കൃത്യമായിട്ട് ഈ സൈലൻറ്റ് വാലി പോകേണ്ട റൂട്ടും കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. നമ്മൾ ഈ റോഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ചോദിച്ചാണ് പോകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് അവിടോട്ട് കയറാൻ വേണ്ടി പാസ്സൊക്കെ എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങനെ 1-2 യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ പാസ് എടുക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം സൈലൻറ്റ് വാലി മീശപ്പുലിമലയൊക്കെ പോകുന്ന റോഡാണിത് കേട്ടോ. എനിക്ക് തോന്നുന്നു നേരെ ആ കാണുന്ന മലനിരകളിൽ ഏതൊക്കെ ആയിരിക്കും മീശപ്പുലിമലയെന്ന് എനിക്ക് തോന്നുന്നു. ഈ സ്ഥലം കണ്ടോ, എന്നെ അടിപൊളിയാണ് നോക്കി. നമുക്ക് ഇവിടെ നിർത്തി 2 ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകാം കേട്ടോ. നല്ല രസമുണ്ട്. അതെ, രസമുണ്ട്, ഭയങ്കര രസമുണ്ട്. ഞങ്ങളെക്കാളും മുന്നേ വിട്ടടിച്ച് പോകാതിരുന്നത്. ഞങ്ങൾ സൈലൻറ്റ് വാലി തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ സ്ഥലം ചോദിച്ച് ഒടുവിൽ ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് നിൽപ്പുണ്ട്. ഇത് കണ്ടോ, കിടിലൻ സ്ഥലമാണ് കേട്ടോ. ഒരു മനുഷ്യന്മാർ പോലും ഈ ഏരിയയിലില്ലേ. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം, അടിപൊളി. നിങ്ങൾ നോക്കി, നിങ്ങൾ വട്ടവടക്കൊക്കെ പോകുന്ന വഴിക്ക് ഇത് ഇങ്ങോട്ട് കൂടി വന്ന് നോക്കി, കിടുക്കൻ. സുഹൃത്തുക്കളെ റെസിലോറ് വരുന്നുണ്ട്. എന്നാ സീനാന്ന് നോക്കി. നല്ല വിജനമായിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ആനയൊക്കെ ഇറങ്ങുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വരുന്ന വഴിക്കൊക്കെ ആനയുടെ നല്ല പിണ്ടം കിടക്കുന്ന കാണാം. അത് കാരണം എന്നോട് തലക്കെ പൊക്കോളാൻ പറഞ്ഞു. ഞാനത് കാരണം പേടിച്ച് മുന്നേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ അടുത്ത വളവൊക്കെ വളഞ്ഞ് അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അത് കാരണം വളരെ സ്പീഡ് കുറച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങാനും വല്ല ആനയൊക്കെ വഴിക്ക് നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചുകൊണ്ട് പോയാലോ. മറ്റേ അമാരുടെ 2 വണ്ടിയും പെട്ടെന്ന് നമുക്ക് തിരിച്ചെടുത്തുകൊണ്ട് പോകാം. പക്ഷേ ഇതിന് ഇച്ചിരി ഒടിവ് കുറവായതുകൊണ്ട് തന്നെ 2-3 തവണ തിരിച്ചും പിടിച്ചുമൊക്കെ ചെയ്തിട്ട് വേണം. ഈ ഇത്രയും വീതി കുറഞ്ഞ റോഡല്ലേ, നമുക്ക് തിരിച്ച് കൊണ്ടുപോകാൻ ഇച്ചിരി പാടാം. അപ്പം കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. നമുക്ക് തിരിക്കുന്ന സമയം കൊണ്ട് ആന നമ്മുടെ എടുക്കുക വരാറില്ലല്ലോ. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഒരു തിരക്കോ കാര്യങ്ങളൊന്നും ആരുമില്ല ഈ വഴിയിലൊന്നും. അപ്പുറത്ത് ഇപ്പുറത്ത് നല്ല തേയിലത്തോട്ടങ്ങൾ അടിപൊളി. ഇതുണ്ട്, പണിക്കാരൊക്കെ ഉണ്ട്. വേറെ ആരുമില്ല കേട്ടോ. പണിക്കാർ തോട്ടം തൊഴിലാളികളൊക്കെ നിൽക്കുന്നുണ്ട്. തോട്ടം തൊഴിലാളികളും പിന്നെ അവരെ നോക്കുന്ന മെയിൻ പണിക്കാരനും ഒക്കെ ഉണ്ടത് അവിടെ ഇപ്പോൾ ഉണ്ട്. നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ നോക്കി. അടിപൊളി വഴിയാണ് കേട്ടോ. അങ്ങോട്ട് നോക്കി, അങ്ങ് ദൂരെ ഒരു കിടിലം മല പൊങ്ങി നിൽക്കുന്നുണ്ടോ. എന്നാ സാധനമാണ് നോക്കി, അതെന്നാ ഷേപ്പാണ് നോക്കിയാൽ മലയുടെ ഇങ്ങനെ കൂർത്തിരിക്കുന്നു നോക്കി കേട്ടോ. പൊളി സാധനം കേട്ടോ, ഭയങ്കര രസമുണ്ടേ. ഗേയ്സ്, നമ്മളെ സൈലൻറ്റ് വാലിലോട്ട് കയറ്റി വിട്ടില്ല. അവിടെ അങ്ങ് കുറേ ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് നമ്മളെ അങ്ങോട്ട് കയറ്റി വിട്ടില്ല കേട്ടോ. കാരണം പാസ് എടുക്കണമെന്ന് പറഞ്ഞു. പാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിനി മൂന്നാറിന് പോകണം. മൂന്നാറാണ് 10-20 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഇനി അവിടെ പോയിട്ട് തിരിച്ച് വരവ് ഭയങ്കര പാടാണ്. ഒരു ദിവസം മൊത്തം പോകും. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് വട്ടവടയ്ക്ക് പോകാമെന്ന് തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ നേരെ വട്ടവടയ്ക്ക് വെച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. മാത്രമല്ല, നമ്മൾ ആ എക്കോ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു റോഡും കൂടി അങ്ങോട്ട് ഈ സൈലൻറ്റ് വാലിയിൽ അങ്ങോട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് പോയി ചോദിച്ചു നോക്കി, ചിലപ്പോൾ അവിടെ നിന്ന് കയറ്റി വിടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിലേക്കൂടെ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് മറ്റേ എക്കോ പോയിൻ്റ് അവിടുത്തെ ആ ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്നാണ് നമുക്ക് സൈലൻറ്റ് വാലിയിലോട്ടുള്ള വേറൊരു വഴി തുടങ്ങുന്നത്. നമുക്ക് എന്തായാലും അവിടെ പോയി ചോദിച്ചു നോക്കാം, അവിടെ നിന്ന് കയറ്റി വിടുകയില്ലോ എന്ന്. കയറ്റി വിടാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ചോദിച്ചു നോക്കട്ടെ. അവിടെ ഒരു സെക്യൂരിറ്റി നിൽപ്പുണ്ട്. രക്ഷയില്ല ഗേയ്സ്, അങ്ങോട്ട് കയറ്റി വിടത്തില്ല അവർ. ഒരു കാരണവശാലും അവർ നമ്മൾ ചെന്നപ്പോൾ തന്നെ അവരതങ്ങ് താത്ത് എന്നാ നമ്മളെ അക്രമി, നമ്മളെ തീവ്രവാദിനെ പോലെയൊക്കെ അവർ സംസാരിച്ചു കേട്ടോ. അപ്പോൾ അടുത്ത തവണ എന്തായാലും നമ്മൾ സൈലൻറ്റ് വാലിയും കയറി കാണും. നമ്മൾ ചിലപ്പോൾ ആണെന്ന് മീശപ്പുലിമലയും കയറി കാണും കേട്ടോ. മീശപ്പുലിമലയ്ക്ക് പോകുന്ന റോഡ് തന്നെയാണ് ഈ സൈലൻറ്റ് വാലി ഉള്ളത്. അപ്പം പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീശപ്പുലിമലയും കൂടി കയറി അടിക്കുക. എനിക്ക് മൂന്നാറിന് കാണാനുള്ളത് മീശപ്പുലിമലയും കൂടിയാണ്. ഞാനിതുവരെ അവിടെ പോയിട്ടില്ല. നമുക്ക് എന്തായാലും അടുത്ത തവണ മീശപ്പുലിമലയും കൂടി പിടിക്കാം. നമ്മളപ്പോൾ നേരെ വട്ടവട പിടിക്കാമെന്ന് കരുതി വട്ടവടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ വട്ടവട പോകുന്ന വഴിയൊക്കെ നല്ല രസമുള്ള ഭംഗിയുള്ള വഴിയാണ് കേട്ടോ. നമ്മുടെ 2 സൈഡിലും തേയിലത്തോട്ടങ്ങളും മനോഹരമായിട്ടുള്ള വളവുകളും നല്ല വഴിയുമൊക്കെയാണ്.
അടിപൊളി. ഇപ്പോൾ ഇതിലെ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോകാൻ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. ഒരു 2-3-4 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. പുറകെ 2 പേര് വരുന്നുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളിയിട്ട് അല്ല ഭയങ്കര രസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ വളവ് കളഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നിടത്താണ് മറ്റേ കുണ്ടള ഡാമുള്ളത്. അവിടെ ഒന്നും കയറുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ. ഈ വരുന്ന വഴിയും പോകുന്ന വഴിയും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൂന്നാറൊക്കെ ആരാ വന്നിട്ടില്ല, അത് വട്ടവടയൊക്കെ എല്ലാവരും പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പം ആ ചുമ്മാ ജസ്റ്റ് അവിടെ വരെ പോകുന്നത് ഒരു വീഡിയോ ആക്കി കാണിക്കാം എന്നുള്ളൊരു ഇതിലാണ് വന്നേക്കുന്നത് കേട്ടോ. മാത്രമല്ല ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുന്ന ഒരു ഫീല് കിട്ടും എന്നും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാനിതുപോലെ പണ്ട് ഒരുപാട് വീഡിയോ ഇങ്ങനെ കാണുമായിരുന്നു, ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ ഒക്കെ. അപ്പോഴൊക്കെ നമുക്ക് വല്ലാത്തൊരു ഫീല് തോന്നും, നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ പേര് വന്ന് ഇതിനകത്ത് കമൻറ്റൊക്കെ അടിച്ചായിരുന്നു, ഇതന്നെയാണ് ബൈക്കിൻ്റെ പരസ്യമാണോ, ബൈക്കും റോഡും മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വന്നായിരുന്നു. അതുകൊണ്ടൊന്നും എനിക്ക് പറയാനൊന്നുമില്ല. ഇത് ആസ്വദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, എനിക്കറിയാം. ഞാനത് ഇതുപോലെ കുറേ നാളുകൾ ഇങ്ങനെ ഇരുന്ന് വീഡിയോസ് കണ്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടറിയാം, എൻ്റെ മൈൻഡ് സെറ്റുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവരിങ്ങനെ ഇത് കണ്ട് ഒരുപാട് ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അങ്ങനെയുള്ളവരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഭയങ്കര രസമുള്ള വഴികളും ഒക്കെയാണ് കേട്ടോ. ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ ഓടിച്ചു പോകാൻ ഭയങ്കര ഒരു മൂഡാണ്. ചെറിയൊരു തണുപ്പേ ഉള്ളൂ കേട്ടോ, അത്യാവശ്യം നല്ല ചൂടുണ്ട്. പക്ഷേ ഈ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ നല്ലൊരു തണുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ചൂടരുത്. പക്ഷേ നല്ല വെയിലുണ്ട്, അതാണ് വേറൊരു വിഷയം. പക്ഷെ ചൂടില്ല. ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾ ബുധനാഴ്ചയാണ്. അപ്പം അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും റോഡിലില്ല. ഭയങ്കര ബ്ലോക്കോ അങ്ങനെ സംഭവമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സമാധാനമായിട്ട് ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്ന റൈഡർമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിവതും ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമുക്ക് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റും. കാരണം വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും കാണുകയില്ല വഴിക്കൊന്നും. ഈ എന്നാ പറയുന്നത്, വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം മുഴുവനും വണ്ടിത്തിരക്കും ബഹളങ്ങളും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും സുഖമായിട്ട് വണ്ടി ഓടിച്ച് പോകാനൊക്കത്തില്ല. മൊത്തം ബ്ലോക്കും കാര്യങ്ങളും തിരക്കുകളും ബഹളങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവസം ഏതെങ്കിലും ഒരു ദിവസം പിടിച്ച് വന്നു കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമായിരിക്കും ഇത്. മൂന്നാറിൽ നിന്ന് വട്ടവട അങ്ങ് വരെ പോകുന്നത് മൊത്തം ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം പറ്റുവാണെന്നുണ്ടെങ്കിൽ ഫുൾ ഇടാം, അല്ലെങ്കിൽ ഞാൻ മൊത്തം കട്ട് ചെയ്തേ ഇടുന്നുള്ളൂ. കാരണം നല്ല ലെങ്ത് വരുന്ന കാരണം. അപ്പം എന്താണ് പറയുന്നത്, ഒരുപാട് സംസാരിക്കാനും നമ്മൾ എന്നാ പറയാനാ ഈ സ്ഥലത്തെ പറ്റിയൊക്കെ എന്നാ പറയാനാ, എല്ലാവർക്കും അറിയാവുന്ന സ്ഥലങ്ങളൊക്കെ. വട്ടവട, മൂന്നാർ ടോപ്പ് സ്റ്റേഷനൊക്കെ പോകുന്ന റൂട്ട് തന്നെ. ഇവിടെ അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുന്നിടത്താണ് ടോപ്പ് സ്റ്റേഷനൊക്കെ ഉള്ളത്. അപ്പം ഇവിടെയൊക്കെ വരാത്ത മലയാളികളില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ സ്ഥലത്തെ പറ്റിയോ അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ഇവിടെ ഈ റോഡിനെ പറ്റിയോ ഒന്നും അധികം വിവരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ വലിയ ഇത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളൊരു കിടവി ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ നീ പറയുന്നത്. അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാലോ, അതുകൊണ്ട് തന്നെ ഞാൻ മിണ്ടായിരിക്കാം. നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടേ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി ഓടിച്ച് പോകുന്ന ആ ഒരു ഫീല് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ മിണ്ടായിരിക്കാം. കുറച്ച് നേരത്തേന് നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് പതുക്കെ എൻ്റെ കൂടെ പോരും. കണ്ടു വാഗപ്പൂവിൻ കൂട കണ്ടു മണികിലങ്ങി തരകളും മാനോടും മുൻപേ തേൻകൂടുമുണ്ടേ കിളികൾ പലതുണ്ടേ മലമേലെ തിരിവെച്ച് പെരിയാനും തളകിട്ട് ചിരിതൂകും പെണ്ണല്ലേ കിടക്ക് ഇവളാണ് എന്നാ ഒരു വരികളാണ്, കറക്റ്റ് വരിക. ആ പാട്ടൊക്കെ കറക്റ്റാണ് കേട്ടോ. അടിപൊളി സ്ഥലം. ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മൂഡാണ്. കാലാവസ്ഥയാണെങ്കിലും സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും അടിപൊളി, ഒരു വേറൊരു
വൈബാണ്. നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമെന്ന് പറയുന്നത് ഇടുക്കി. നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് എത്തിച്ചേരാൻ പറ്റുന്നൊരു സ്ഥലം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇടുക്കിയാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് തോന്നിയാലും ബൈക്ക് എടുത്ത് നേരെ ഇടുക്കിക്ക് വിളിച്ചു കൊടുക്കും. അവിടുത്തെ ക്ലൈമറ്റും തണുപ്പും പരിപാടിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് കൂളാകും, ഒന്ന് മൈൻഡൊക്കെ നോക്കിയാവും, റീഫ്രഷ് ആവും. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, മരമൂടും മഞ്ഞാണ് മഞ്ഞ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളിത് വട്ടവടയിലേക്കുള്ള എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു പെർമിഷൻ വേണം അങ്ങോട്ട് കയറി പോകാനായിട്ട്. കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ 6 മണി തൊട്ടാണ്, രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ കണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കയറ്റി വിടുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സമയം രാത്രിക്കൊന്നും ഇങ്ങനെ ഇതിലൊക്കെ കൂടെ കടത്തിയും വിടത്തില്ല, കയറ്റിയും വിടത്തില്ല, ഇറക്കി വിടത്തില്ല. അപ്പം അത് നോക്കി കണ്ടൊക്കെ വരിക. ഓക്കെ. അപ്പോൾ നല്ല കൊടും കാടാണ് കേട്ടോ നമുക്ക് ചുറ്റിനും. അപ്പുറത്തും ഇപ്പുറത്തും നല്ല ഭയങ്കര വനമാണ്. ഇവിടെ ഇങ്ങോട്ട് വണ്ടി കയറ്റി കഴിഞ്ഞാൽ പിന്നെ വണ്ടി നിർത്താനോ ഇറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ. വട്ടവടയിലേക്ക് പോകുന്ന വഴി തന്നെ നല്ലൊരു അടിപൊളി ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇതൊക്കെ റീൽസിലതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ആ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ നിന്ന് വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ എന്നാ പറയുന്നത് വേറെ കാര്യങ്ങൾക്കൊന്നും ഇവിടെ വണ്ടി നിർത്താനൊന്നും പറ്റത്തില്ല കേട്ടോ. അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് വണ്ടി നിർത്താതിരിക്കുക. പ്രത്യേകം അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ സംഭവം. ശരിക്കുമുള്ള നിയമം അതാണ്. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളത് പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. വണ്ടി നിർത്തരുതെന്ന് പറഞ്ഞാൽ നിർത്തരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ ഈ സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഒന്ന് നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ തോന്നും. ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അവിടെ നിർത്തരുതെന്ന് പറഞ്ഞു കഴിഞ്ഞ് നിർത്തിയിട്ട് നീ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെങ്ങാനും ഇതിലേക്കൂടെ പാസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിട്ട് പണി കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ സ്ഥലം കണ്ടോ? കിടില സ്ഥലമല്ലേ? വന്യജീവികളും ഈ വലിയ മൃഗങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ 2 സൈഡിലും കൊടും കാടാണ്. അപ്പം ഈ സാധനങ്ങളൊക്കെ ക്രോസ് ചാടാനും ഓടി വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. ചില സമയത്ത് ഇവിടെ വലിയ കാട്ടുപോത്തിനെയൊക്കെ കാണാൻ പറ്റും. കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഈ വളവിൻ്റെ അവിടെ കുറേ കാട്ടുപോത്തും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് വട്ടവട എത്തിയിരിക്കുകയാണ്. വട്ടവട ഗ്രാമമാണ് താഴെ കാണുന്നത്. വട്ടവടയിലെ കൃഷിപ്പാടങ്ങളും കൃഷിത്തോട്ടങ്ങളും ഒക്കെയാണ് നമുക്ക് ആ താഴെ കാണാൻ പറ്റുന്നത്. ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ വ്യൂ പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എവിടെ നിന്നാലും അത് കാണാൻ പറ്റും കേട്ടോ. വട്ടവടയുടെ തന്നെ 360 വ്യൂ കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അങ്ങ് മുകളിൽ ആ ഇടത്തെ സൈഡിൽ ആ കാണുന്ന വലിയ 2-3 വലകളുണ്ടല്ലേ, അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വട്ടവട ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര രസമുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അങ്ങ് ഭയങ്കര പൊക്കപ്പുറത്താണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടുന്ന് താഴേക്കാണ് പോകേണ്ടത് കേട്ടോ. പോകുന്ന വഴിയൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സ്ട്രോബെറി തോട്ടങ്ങളുണ്ട്, അതുപോലെ എന്താണ് പറയുന്നത്, നല്ല കൃഷിത്തോട്ടങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ അടിപൊളി ഒരു വ്യൂവും പരിപാടിയൊക്കെയാണ്. അപ്പോൾ ജീപ്പ് മാത്രം പോകുന്ന റോഡാണ്, മൊത്തം ഓഫ് റോഡും പരിപാടിയൊക്കെ. അപ്പം നമ്മുടെ ഈ ബൈക്കാണായതുകൊണ്ട് തന്നെ നമുക്ക് കയറിപ്പോകാം, നൈസായിട്ട് കയറിപ്പോവാം. അപ്പം നമുക്ക് നേരെ ആ ഒരു വ്യൂ പോയിന്റിലോട്ട് പോകാം. അങ്ങ് മുകളിലാണ് കേട്ടോ, കുറേ ദൂരം പോകാനുണ്ട്, നല്ല രസമുള്ള വഴികളൊക്കെയാണ്. അപ്പം എന്തായാലും നമുക്ക് പതുക്കെ അങ്ങോട്ടേക്ക് പോകാം. അത്യാവശ്യം ചൂടും വെയിലൊക്കെ ഉണ്ട്. ബൈക്ക് ഓടിച്ച് പോകുന്നതുകൊണ്ട് തന്നെ കാറ്റടിക്കുന്നതുകൊണ്ട് ആ ചൂട് നമുക്കറിയാൻ പറ്റുന്നില്ല. ആ വ്യൂ പോയിന്റും അതുപോലെ അങ്ങോട്ടേക്കുള്ള ഒരു വഴിയും പരിപാടികളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഒരു വീഡിയോയ്ക്കുള്ള സമയമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ലെങ്ത് കൂടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളതൊന്നും കാണാൻ പോകുന്നില്ല, നിങ്ങൾ സ്കിപ്പ് അടിച്ചു വിടും. അപ്പോൾ എനിക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പോകുന്ന വഴികളും ആ വ്യൂ പോയിന്റുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നല്ല രസമുള്ള വഴികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. വ്യൂ പോയിന്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.